ഹലോ ജോക്കി, മനസ്സിലായല്ലേ? ഞാൻ ഫ്രെഡി. നമ്മൾ തമ്മിൽ പരിചയമില്ല, പരിചയപ്പെടാമെന്ന് കരുതി വിളിച്ചാണ്. അതോട്ടിരിക്കാം. ഇരിക്കൂ. ജോക്കിയുടെ പേര് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നായിരിക്കും. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററുകൾ എന്റെ വീട്ടിലേക്ക്. എന്റെ ഒരു ഫ്രണ്ട് കുവൈറ്റിലുണ്ട്, അവന് ജോക്കി അറിയാം. കുവൈറ്റിൽ എന്തായിരുന്നു ജോലി? ഞാൻ അവിടുത്തെ ഒരു ഹോട്ടലിലെ സൂപ്പർവൈസ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ യുദ്ധം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയില്ലല്ലേ? ഇല്ല, ഏത് നിമിഷം വിളി വരാം. അല്ല, വിളിച്ചില്ലേലും കുഴപ്പമില്ല. എന്റെ അങ്കിളിന് അവിടെ വലിയ ബിസിനസ്സാ. കക്ഷിക്ക് ആളെ ആവശ്യമുണ്ട്. ആ പാസ്പോർട്ട് നമ്പർ തന്നാ മതി, ഞാൻ എഴുതാം. ഞാനിത് കുഴപ്പമില്ലെന്നേ. അല്ല, കഴിക്കാറുണ്ട്. അത് ശരി. ഇവിടെ ആരെ കാണാൻ വന്നതാ? പുഴയിലൂടെയുള്ള യാത്ര ഒരു ത്രില്ലാണ്, ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ദിവസവും 2 മണിക്കൂറെങ്കിലും ബോട്ട് ഓടിച്ചില്ലെങ്കിൽ ഭയങ്കര ബോറാണ്. യാത്രക്കിടയിൽ ചൂണ്ടയെറിഞ്ഞ് മീൻ പിടിക്കണം. എന്നിട്ടത് ഈ ബോട്ടിൽ വെച്ച് പാചകം ചെയ്ത് മദ്യത്തോടൊപ്പം കഴിച്ച് പ്രകൃതിയുടെ സ്വച്ഛമായ കാറ്റിന്റെ തലോടലിൽ തിരയുടെ താളത്തിൽ മയങ്ങണം. ആ നിമിഷങ്ങളുടെ സുഖം ചൊക്കി എറിഞ്ഞിട്ടുണ്ടോ? ഒന്ന് നോക്കിയാൽ നമ്മളെല്ലാം വിധിയുടെ കളിപ്പാവുകളാണ്. പുഴ നമുക്കെല്ലാം തരും, ഒന്നൊഴികെ. അതെന്താണെന്ന് പറയാമോ? അത് പഠിപ്പിച്ച ദിവസം ഞാൻ ക്ലാസ്സിൽ കയറിയില്ല. സെക്സ് അതൊഴിച്ചെല്ലാം തരും. അതിന് അടൽസോളി സിനിമ ഉണ്ടാ പോരെ? ഈ തീരത്തോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. മറ്റൊരു തീരത്തോടും തോന്നാത്ത ഒരു മമത. നല്ല സ്ഥലമാ. സെന്റിന് 10,000 വെച്ച് കൊടുത്താലും കിട്ടാനില്ല. റെഡിക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഞാൻ വിലയ്ക്ക് വാങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്. ഐ മീൻ ദിസ് ഫന്റാസ്റ്റിക് ലാൻഡ്സ്കേപ്പ്. സൗന്ദര്യം ദർശിക്കുന്നതിന് വില കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓഫ് കോഴ്സ്. തെരഞ്ഞെടുപ്പ് എങ്ങനെ? സമാധാനപരമായിരുന്നോ? ആളുകൾ വിചാരിച്ച പോലെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ ജൊക്കി ആരോ പിടിച്ച് തള്ളിയെന്നോ അടിച്ചതൊക്കെ കേട്ടു. വെള്ളമാകത്തി തന്നാ പിന്നെ തന്റെ ഇടം കുറച്ച് കൂടുതലാണല്ലോ. കുഞ്ഞ് ജയിക്കുമെന്നാ എല്ലാരും പറയുന്നത്. നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്തേക്കും. ഇവിടെ കിടന്നിട്ട് ഒരു മനസമാധാനവും ഇല്ല. വോട്ടെണ്ണുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാകാതിരുന്നാ മതിയായിരുന്നു. കുര്യൻ സിന്ദാബാദ്, തോറ്റല്ലോ തോറ്റല്ലോ പീതാംബരൻ തോറ്റല്ലോ. ഇനിയിപ്പൊ ഇങ്ങനെ കിടന്നിട്ട് എന്താ കാര്യം? തോറ്റതോ തോറ്റു. എഴുന്നേറ്റ് വല്ലതും കഴിക്കാൻ നോക്ക്. അമ്മേ, ആശുപത്രി വെച്ച് കണ്ട ചേച്ചി അച്ഛനും കൂടെ വന്നിരിക്കുന്നു. രക്തം കൊടുക്കാൻ വേണ്ടി വന്നപ്പോ ആശുപത്രി വെച്ച് പീതാംബരനെ കണ്ടു.
അപ്പോഴും ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരാനും വഴി ചോദിച്ചപ്പോഴല്ലേ അറിയുന്നത് വലിയടത്ത് കേശവൻ നായരുടെ വീടാണെന്ന്. ആ പേര് മാത്രമേ ഉള്ളൂ. ആ മതിയല്ലോ, കാശും സമ്പാദ്യവും ഒക്കെ പോയാലും തൽപ്പേരെന്നും നിൽക്കും. ഏതായാലും വലിയടത്ത് കേശവൻ നായരുടെ മോനോടാണല്ലോ ഞാൻ കടക്കാരനായത്. അവൻ കാശുമില്ല കടം മേടിച്ചോ? ഞാൻ കടം മേടിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു 80 പൈസയുടെ ബന്ധമാണ്. പീതാംബരൻ അതൊന്നും ഇവിടെ പറഞ്ഞില്ലേ? ഓ, അവൻ ഇവിടെ വന്ന് ഒന്നും പറയത്തില്ല. രക്തം കൊടുക്കാൻ പോയ കാര്യം തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടാ ഈ നേരത്തെ ഇവിടെ കണ്ടത്. ഇല്ലെങ്കിൽ രാവിലെ ഇറങ്ങിയല്ലേ നാടി വിറ്റ്. ആ, മോക്ക് പോസ്റ്റ് ഓഫീസിലെ ജോലി എന്നല്ലേ പറഞ്ഞത്? അതെ. എന്നും പോയി വരുവാന്നോ? അതിനുള്ള ദൂരല്ലേ ഉള്ളൂ. മോള് പോയി ചായക്ക് ഇത്തിരി വെള്ളം വെക്ക്. ശരി. മൂത്ത മോളാണല്ലേ? അതെ, ഇവന്റെ നേരെ ഇളയതാ. ആലോചനയൊന്നും ആയില്ലേ? ആലോചിക്കേണ്ട ആളല്ലേ നാട് നന്നാക്കാൻ നടക്കുന്നത്. എന്താ പീതാംബര, നാട്ടുകാര്യം മാത്രം നോക്കി കിടന്നാ മതിയോ? നാട്ടുകാര്യവും നോക്കണം. 10 പേർക്ക് ഉപകാരം ചെയ്താൽ ഒരാളെങ്കിലും തിരിച്ചു ചെയ്യും. അതെനിക്ക് അനുഭവമാണ് എന്ന് വിചാരിച്ച് സ്വന്തം കാര്യം നോക്കാതിരിക്കരുത്. ആ, നേരമായെങ്കിൽ മോള് വയ്ക്കോ, ആ പീസ് മുടക്കണ്ട. ചായ കുടിച്ചിട്ട് പോവാൻ മോളെ. ചായ വേണ്ടമ്മേ, ഉച്ചയ്ക്ക് ഊണ് തന്നാ മതി. വരട്ടെ. ഹിന്ദുവിന്റെ അച്ഛന്റെയും വരവ് കൂടിയായപ്പോ വീട്ടുകാരാകെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആശുപത്രിയിൽ വെച്ച് അനിയത്തിയും സിസിലിയും അർത്ഥം വെച്ച് പലതും പറഞ്ഞു. ഈ പറയുന്ന ആൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ലല്ലോ. ഹേ, എന്നാ പിന്നെ പേടിക്കാനൊന്നുമില്ല. ചെരുപ്പ് നനയണ്ട. സിന്ധുവിനെ അച്ഛൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. വലിയടത്ത് കേശവൻ നായരുടെ കുടുംബമാണെന്നുകൂടി കേട്ടപ്പോ അച്ഛന് കൊച്ചച്ഛന്റെ മോനെ വേണ്ടി ആലോചിക്കണമെന്ന് നിർബന്ധം. ചെറുക്കനെയും കൂട്ടനെയും പറഞ്ഞുവിടാനിരിക്കുക അച്ഛൻ. അയ്യോ, അത് വേണ്ട. അതെന്താ? സിന്ധുവിനെ കെട്ടിച്ചയക്കണമെന്ന് ഉദ്ദേശമല്ലേ? അതല്ല, ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു തയ്യാറെടുപ്പില്ലാതെ. അച്ഛന്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇനി ചെരുപ്പിട്ടൂടെ? ഈ തിരക്കിനിടയിൽ ഞാൻ മറന്നുപോയി. മിസ്റ്റർ പീതാംബരൻ. ആ, വാസോ വന്നിട്ട് കണ്ടില്ലല്ലോ. ഗൾഫൊക്കെ എങ്ങനെയുണ്ട്? ഓ, ഗൾഫൊക്കെ പഴയതുപോലൊക്കെ തന്നെയുണ്ട്. ആ, ഇലക്ഷനും തോറ്റെന്നറിഞ്ഞു. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? എത്ര ലീവുണ്ട്? 3 മാസം ഉണ്ട്. അതിനു മുമ്പ് വീട് പണി തീർക്കണം. അമ്മയോടൊരു കാര്യം പറഞ്ഞയച്ചിരുന്നു. അമ്മ പറഞ്ഞു. സിറ്റിയിലാകുമ്പോ 10 സെന്റ് സ്ഥലം ഒരു വീട് വെക്കാൻ അധികമാണ്. ഗ്രാമത്തിലാകുമ്പോ കുറച്ച് കാമ്പൗണ്ടില്ലാതെ എങ്ങനെയാ ഒരു ഡബിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് വെക്കുക? കോമ്പൗണ്ട് പ്രശ്നമാണോ? ഇവിടൊക്കെ ഡബിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് വെക്കുന്നത് ഒരു നില താഴെയും 2ാമത്തെ നില മേലെ, അങ്ങനെ. അല്ല, അങ്ങനെ തന്നെ വെക്കാനാ പ്ലാൻ. പുറകിൽ അല്പം സ്ഥലം തരുമെങ്കിൽ നല്ല വില തരാം. സ്ഥലം തൽക്കാലം കൊടുക്കാൻ ആലോചനയില്ല. കൊടുക്കുകയാണെങ്കിൽ വാസുവിന് തന്നെ വരാം. വരട്ടെ. ശരി. പേപ്പർ കാർഡർ ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. അതെ, ഇപ്പൊ കൊണ്ടുവന്നതാ. ഏതാ കമ്പനി? ഹിറ്റാച്ചി. കുറച്ചുകൂടെ ശബ്ദം കൂട്ടി വെക്കുകയാണെങ്കിൽ നാട്ടുകാർക്കൊക്കെ കേൾക്കായിരുന്നു. അപ്പാ, അല്പം കൂടെ ശബ്ദം കൂട്ടി വെക്ക്. ശരി മോനെ. ആ, ആരാടിയത്? ഏത്? നീ ഇവിടെ സംസാരിച്ചുകൊണ്ടെന്ന് ആരോടാണെന്ന് എനിക്കറിയത്തില്ല. അറിയത്തില്ലേ പിന്നെ സംസാരിച്ചെന്തിനാ? ചോദിച്ചത് കേട്ടില്ലേ? എന്താടാ? ഇവൾ ആ ബോട്ടുകാരനോട് കൊഞ്ചിക്കൊഴഞ്ഞ് നിൽക്കുന്നത് ഞാൻ കണ്ടമ്മേ. ഞാൻ ആരോടും കൊഞ്ചിയില്ല. മമ്മയുടെ വീടാനും ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വീട് ചോദിക്കാൻ അവന് നിന്നെ മാത്രമേ കിട്ടിയുള്ളൂ? അത് അയാളോട് പോയി ചോദിക്കണം. എനിക്കിപ്പോ നിന്നോട് ചോദിച്ചാൽ മതി. ഈ തറവാടിന്റെ അന്തസ്സുണ്ട്. നീയും അവനുമായിട്ട് എന്താണ് ഇടപാടെന്ന് എനിക്കിപ്പോ അറിയണം. ഒരാളോട് സംസാരിച്ചു പോയാൽ തറവാടിന്റെ അന്തസ് ഇടിഞ്ഞു വീഴുവോ? കൊഞ്ചി പോലും കുറ്റം കണ്ടുപിടിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. സിന്ധു, ഞങ്ങളെ ഗുണദോഷിക്കുന്ന എന്ത് അർഹതയാണുള്ളത്? ഞങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചേട്ടൻ ഇതുവരെ നോക്കിയിട്ടുണ്ടോ? ഇത്രയും കാലമായിട്ട് ഒരു ബ്ലൗസിന് തുണിയെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കും, തോന്നി വഴിക്ക് ഇറങ്ങിപ്പോ.
കുഞ്ഞ് വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങള്. ആ ബോട്ടുകാരൻ ആളൊരു താൻ തോന്നിയ 1-2 മാസമായിട്ട് അയാൾ ഈ പുഴ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു പോകുന്ന കാണാം. അയാൾ ആ കുഞ്ഞിനോട് എന്തെങ്കിലും മിണ്ടിന്നോ പറഞ്ഞോ അവള് വേണ്ടി എന്ന് ഇറങ്ങിപ്പോകുന്നു പറഞ്ഞില്ലേ? പറഞ്ഞെങ്കിൽ തന്നെ എന്താ തെറ്റ്? അവരുടെ എന്തെങ്കിലും കാര്യം കുഞ്ഞിതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? അറിവും ആരോഗ്യമുള്ള ഒരു ആങ്ങളെ ഉള്ളപ്പോ പെങ്ങക്ക് ചെറുക്കനെ തിരക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക അമ്മ. കുഞ്ഞ് ആർക്കു വേണ്ടിയായി കഷ്ടപ്പെടുന്നേ? നന്ദി കെട്ടവരായി നാട്ടുകാര്. തീറ്റ കഴിഞ്ഞാൽ ഉടനെ കൊക്കു ഉടയ്ക്കുന്ന കാക്കകളെ പോലായി പറ്റ. മറ്റുള്ളവർക്ക് വേണ്ടി രാപകലില്ലാതെ ഇങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ അമ്മയുടെയും പെങ്ങാമാരുടെയും കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അവരന്യരാണെന്ന് കരുതിയിട്ടെങ്കിലും. ഇല്ല കുമാരൻ ചേട്ടാ, കുറച്ചു ദിവസമായിട്ട് ഇതൊക്കെ തന്നെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞെഴുന്നേറ്റാട്ടെ. അവരൊക്കെ ആഹാരം കഴിക്കാതെ നോക്കിയിരിക്കുക. ഇന്ന് എനിക്കും ഇവിടുന്ന് 2 പിടി ചോറുണ്ണണം. പീതാപരിച്ചേട്ടൻ അറിഞ്ഞ എന്ത്? മമ്മാടെ മോളെ ബോട്ടുകാരന്റെ കൂടെ ഒളിച്ചോടി പോയി. ആര് പറഞ്ഞു? ഉമ്മിണി ആശാൻ. ദേ കടത്തുകയറാൻ വരുന്നവരോടൊക്കെ ഉമ്മിണി ആശാൻ പറഞ്ഞോണ്ടിരിക്കുക. എപ്പോഴായിരുന്നു? ഇന്നലെ രാത്രി. ഓ, എഴുത്തെടുത്ത് വെച്ചാ പോയത്. പിന്നെ മമ്മ കുറച്ചു നേരം കറഞ്ഞു. ചൊക്കിച്ചേട്ടൻ പറഞ്ഞ് സാരമില്ലാന്ന്. ശ്രീധരൻ ഇല്ലാതെ പെണ്ണിറങ്ങി പോയോണ്ട് മൂപ്പര് പള്ളിയും എഴുതിലെത്തിക്കാൻ പോവാന്ന്. പിന്നെ ഇന്നലെ ഞാൻ വേറൊരു വിവരം അറിഞ്ഞു. അന്ന് പീതാപരം ചേട്ടനെ തല്ലിയതാരാണെന്ന് അറിയാമോ? നമ്മളെ ചോക്കിയും ഉമ്മിണിയാശാനും കൂടെ അന്ന്. നിനക്കെന്താ പ്രാന്ത് പിടിച്ച? സത്യം. അന്ന് അവരുടെ കൂടെ തല്ലാനുണ്ടായിരുന്ന അങ്ങാടിയിലെ രാഘവൻ ചേട്ടനാ എന്നോട് പറഞ്ഞത്. പിന്നെ തെരഞ്ഞെടുപ്പിന് വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയാ തല്ലിയെന്ന്. അവരങ്ങനെയൊന്നും ചെയ്യില്ല. നീ ഇതിനാരോടും പറയണ്ട. കുറെ പേരോട് ഞാൻ പറഞ്ഞു പോയി. നീ ഇപ്പൊ എവിടുന്ന ഇലവെട്ടുന്നത്? ഞാൻ ഇലവെട്ട് നിർത്താൻ പോവാ. പിന്നെ ഇലവെട്ടി ആ മഴ പെയ്യൂലെന്ന് ആളുകളൊക്കെ പറയുന്നു. കളിയല്ല, പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നേ. എന്നാ ശരിയായിരിക്കും. ഇനി നീ എന്ത് ചെയ്യാൻ പോവാ? പിന്നെ നമ്മുടെ അങ്ങാടിയിൽ ചരക്കിറക്കാൻ വരുന്ന ലോറിക്കാരെ സുമാരേട്ടൻ പറഞ്ഞ് എന്നെ കിളിയാക്കാവുന്ന്. അത് കൊള്ളാം. അപ്പൊ നീ ഇനി കിളി മടണ്ട. അതെ. എന്താ ഞാൻ പിടിച്ചോളാം. ഇതെന്താ ഇവിടെ? ഇന്ദു അന്ന് പറഞ്ഞില്ലേ സിന്ധുവിന് അച്ഛനൊരു ആലോചന നടത്തിയെന്ന്. ഞാനൊന്ന് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ കൊള്ളാവുന്നതാണെന്ന് തോന്നി. ഓ, അതാണോ കാര്യം? അല്ല, സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ അച്ഛനോട് പറയാം. പിന്നെ സ്ത്രീധനം കാര്യമൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചോണേ. എനിക്ക് കമ്മീഷനൊന്നും വേണ്ട. ആ പിന്നെ ആ ചെലവ് നടത്തിയിട്ടില്ല. ഏത്? ഇലക്ഷന് തോറ്റതിന്റെ. സിന്ധുവിനെ അവരെന്ന് കാണാൻ വരുമെന്ന് ഞാൻ മറ്റന്നാ പറയാം. വരട്ടെ. ജാതക ഉത്തമം. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായ സ്ഥിതിക്ക് മറ്റു കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറയുക. എന്താ? തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. സ്ത്രീധനമായിട്ട് ഒന്നും തരാനില്ല. ഈ വസ്തുവിന്റെ ഒരു ഓഹരി അവൾ കൂടി അവകാശപ്പെട്ടതാ. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അത് തരാനേ നിവൃത്തിയുള്ളൂ. സ്ത്രീധനമൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. എന്നാലും ഞങ്ങളത് പറയണമല്ലോ. വാസുദേവന് ചെറുതാണെങ്കിലും ഉള്ളതൊരു സർക്കാർ ജോലിയാ. സ്ത്രീധനം വാങ്ങിച്ചെന്ന പേരുദോഷം വേണ്ട. വസ്തുവിന്റെ ഓഹരി പെൺകുട്ടിക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് അത് വേണ്ടെന്ന് പറയുന്നില്ല. എത്ര സെന്റാ കൊടുക്കുകയെന്ന് വെച്ചാ കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ പേരിൽ അങ്ങ് എഴുതി വെക്കുക. എന്താ? അങ്ങനെ ചെയ്യാം. എത്ര ഇടത്തുനിന്ന് പെണ്ണ് നോക്കിയതാ. അതൊന്നും ഉറയ്ക്കാതെ പോയത് വലിയിടത്തുനിന്ന് ഒരു ബന്ധം വിധിച്ചിരുന്നതുകൊണ്ടാ. വിധിച്ചതിലേ നടക്കൂ. ഇനി ഇപ്പൊ അവന് താഴെയുള്ള പെണ്ണിന്റെ കാര്യവും നടക്കും. ആ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? സുമയ്ക്ക് ഈ മേടത്തിൽ 25 വയസ്സ് തികഞ്ഞു. ആ, ഇനി ഇരിക്കുന്നില്ല. നിശ്ചയത്തിന്റെ സമയം കുറിച്ച് അറിയിക്കുക. എന്താ? ആയിക്കോട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, എടാ എടാ, കല്യാണത്തിന് മുമ്പേ സുഗുണൻ ആധാരം എടുത്ത് തരുമോ? തരും. പൈസ ഓടി നടക്കുകയാണവൻ. മിക്കവാറും ശരിയായി കാണും. പിന്നെ അവധി പറഞ്ഞാലോ? അല്ല, എടുത്തു തരും. ഉം.